വളരെ ചെറിയൊരു കാര്യം എടുക്കുക. നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ആകാശ ലോകങ്ങളെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുണ്ട്. ആകാശ ലോകങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇന്നും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മള് 2-3 ദിവസം കഴിഞ്ഞാൽ ഈ നാസ തൊടുത്തുവിട്ട ഉപഗ്രഹമല്ല സ്പേസ് ഷട്ടിൽ പ്ലൂട്ടോയുടെ അടുത്തെത്തും. അപ്പോൾ നമ്മുടെ സൗരയൂഥത്തെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ശാസ്ത്രജ്ഞർ. സൗരയൂഥത്തെ പറ്റി, നമ്മുടെ സൗരയൂഥം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ലോകമാണ്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ആർക്കും അറിയില്ല. ഏകദേശം 30,000-ഓളം കോടി ഗാലക്സികളെ നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 30,000 കോടിയോളം ഗാലക്സി. ഓരോ ഗാലക്സികൾക്കകത്തും 10,000 കോടിയോളം നക്ഷത്രങ്ങൾ. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയിലെ 10,000 കോടിയോളം നക്ഷത്രങ്ങളിൽ ഒന്നാണ് സൂര്യൻ. സൂര്യൻ നമ്മുടെ ഭൂമിയുടെ 103 ലക്ഷം ഇരട്ടിയാണ് വലുത്. 103 ലക്ഷം ഭൂമികളെ സൂര്യനിൽ ഉൾക്കൊള്ളാൻ പറ്റും. ഇതൊരു ചെറിയ നക്ഷത്രമാണ്. ഇതിനേക്കാളും ലക്ഷോപലക്ഷം മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഒരുപാട്. അങ്ങനെയുള്ള ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ ചെറിയൊരു സാധനമാണ്, ചെറിയൊരു ലോകമാണ് സൗരം. ഈ പ്രപഞ്ചത്തെ കുറിച്ച് ഉള്ള പഠനം വികസിച്ചുകൊണ്ടിരിക്കും. ഈ പ്രപഞ്ചത്തെ കുറിച്ച് നമുക്ക് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താ? ഈ പ്രപഞ്ചം എന്നും ഇതേപോലെയുള്ളതാണ് എന്നതായിരുന്നു നമ്മുടെ സങ്കല്പം. ഈ പ്രപഞ്ചം മാറ്റമില്ലാത്തതായി നിലനിൽക്കുന്നതാണ് എന്നായിരുന്നു നമ്മുടെ സങ്കല്പം. ഈ പ്രപഞ്ചത്തിനകത്ത് മാറ്റമുണ്ടെങ്കിലും മൊത്തത്തിൽ ഒരേപോലെ തന്നെയാണ് എന്നായിരുന്നു നമ്മൾ. ഇതിന് മാറ്റമുണ്ടായത് 1929-ലാണ്. 1929-ൽ പ്രഗത്ഭ ഗോളശാസ്ത്രജ്ഞനായ എഡ്വിൻ പി ഹബിൾ കോസ്മോളജിയുടെ രംഗത്ത്, ഗോളശാസ്ത്ര രംഗത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കിയ, ഒരു ആറ്റം ബോംബിന്റെ സ്ഫോടനം ഉണ്ടാക്കിയ വലിയ പ്രസ്താവനയുമായി രംഗത്ത്. എന്താ? ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. അന്ന് ജീവിച്ചിരുന്ന ഐൻസ്റ്റൈൻ പറഞ്ഞു ഇതൊരു പൊട്ടത്തരാണ്, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റും. അന്ന് ജീവിച്ചിരുന്ന ഐൻസ്റ്റൈൻ പറഞ്ഞതാണിത്. എഡ്വിൻ പി ഹബിൾ ഈ പ്രപഞ്ചം ബലൂണിലെ പുള്ളികളെ പോലെ നമ്മുടെ ഗാലക്സികൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുന്നു എന്നും അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുമുള്ള സിദ്ധാന്തം കൊണ്ടുവന്നപ്പോ ശാസ്ത്രലോകത്തുള്ള ആളുകൾ അംഗീകരിച്ചില്ല. കാരണം അവർക്ക് വിചാരിക്കാൻ കഴിയുന്നതിനേക്കാൾ എന്നാൽ അദ്ദേഹം കൊണ്ടുവന്ന തെളിവുകൾ അംഗീകരിക്കാതിരിക്കുവാൻ കാലം കഴിഞ്ഞപ്പോ ശാസ്ത്രത്തിന് കഴിഞ്ഞില്ല. 971 ആയപ്പോഴേക്ക് ശാസ്ത്രലോകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ആശയമായി പ്രപഞ്ചം വികസിക്കുന്നു എന്ന ആശയം വന്നു. കാരണം അദ്ദേഹം മുന്നോട്ട് വെച്ച തെളിവുകൾ മുഴുവനും സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അംഗീകരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്ത്? ശാസ്ത്രലോകത്ത് അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തങ്ങളിൽ ഒന്നാണ് പ്രപഞ്ച വികാസം. പ്രപഞ്ചം വളർന്നുകൊണ്ടിരിക്കുന്നു, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആലോചിക്കുക, ഖുർആനിലെ സമാഇ എന്നും സമാവാത്തി എന്നും പറഞ്ഞിട്ടുണ്ട്. ആകാശമെന്നും ആകാശ ലോകങ്ങളും. ഈ സമാഇനെ കുറിച്ചോ സമാവാത്തിനെ കുറിച്ചോ പറയുന്ന ഖുർആനിലെ വചനങ്ങളിൽ എവിടെയെങ്കിലും അവ മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ്, ഒരിക്കലും സ്റ്റാറ്റിക് ആണ് എന്നുള്ള ഒരു പരാമർശം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എഡ്വിൻ പി ഹബിളിന്റെ കണ്ടുപിടുത്തം കഴിഞ്ഞ് 971 അത് സ്ഥിരീകരിക്കപ്പെടുന്നതോടുകൂടി പരിശുദ്ധ ഖുർആനിൽ അബദ്ധമുണ്ടെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അബദ്ധമുണ്ട് എന്ന് സ്ഥാപിക്കുവാനെങ്കിലും ആളുകൾക്ക് കഴിയുമായിരുന്നു. പക്ഷെ അത്ഭുതകരം, ഖുർആനിൽ നിരന്തരമായി നിരവധി തവണ സമാവാത്തും പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എവിടെയും ഇതിൽ ആ സമാവാത്തുമെല്ലാം മാറ്റമില്ലാത്തതാണ്, സ്റ്റാറ്റിക് ആണ് എന്നുള്ളൊരു ഒരു പരാമർശം കാണില്ല. എന്നാൽ ഖുർആൻ പറയുന്നത് അത്ഭുതകരമായ വേറൊരു കാര്യമാണ്. ഖുർആൻ 51-ാമത്തെ അധ്യായം സൂറത്തുൽ ദാരിയാത്തിലെ 47-ാമത്തെ വചനം, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. തീർച്ചയായും നമ്മുടെ കരങ്ങൾ കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ട്
നാം സമാഇനെ സൃഷ്ടിച്ചിരിക്കുന്നു, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. തീർച്ചയായും നാം തന്നെയാണ് അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നാം തന്നെയാണ് അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം കേട്ട ഗ്രന്ഥത്തിലെ വചനമാണ് എന്ന് വിശ്വസിക്കാൻ പ്രപഞ്ച പഠനം നടത്തുന്ന ആളുകൾക്കൊന്നും കഴിയില്ല. അതാണ് വിസ്മയം. ഖുർആൻ മനുഷ്യരെ വിസ്മയിപ്പിക്കുന്നത് അതിലെ ആശയങ്ങൾ മാത്രമല്ല, അതിലെ വിജ്ഞാനീയങ്ങൾ തെറ്റുപറ്റാത്തതാകുന്നത് കൊണ്ട്.